നിന്നുകൊണ്ട് സലാം പറഞ്ഞ് പിരിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിന്റെ പ്രത്യേകത എന്താണ്? കണ്ടാ കൊതി തീരുന്നില്ല. അടുത്തു പോയിരിക്കാനും പടച്ചവനെ അതൊന്ന് തൊടാനും അതിലൊന്ന് ചുംബിക്കുവാനും എത്ര നേരം നോക്കിയിരിക്കാനും മനുഷ്യൻ ആഗ്രഹിക്കുകയാ. അത് കഅബാലയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു പ്രത്യേകതയാണ് മുസ്ലിമിനും വേണ്ടത്. പടച്ചവനെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഗുണമായിരുന്നു. നബി തങ്ങളെ കഅബാലയത്തെ പോലെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ നബി തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവന് മതിയായെന്ന് പറയാറില്ല. എത്ര കണ്ടാലും അവന്റെ കൊതി തീരുന്നില്ല. നബി തങ്ങളോട് സംസാരിച്ചവർ മതിയായെന്ന് പറയാറില്ല. പിന്നെയും പിന്നെയും നബി തങ്ങളോട് സംസാരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. നബി തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ, നബി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ, നബി തങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പടച്ചവനെ ഏതൊരു മനുഷ്യനും കൊതിക്കുകയാണ്. ഒരാളും മതിയായെന്നില്ല പറയുന്നില്ല, ഒരാളും മതിയായെന്ന് പറയുന്നില്ല. നബി തങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ. അതാ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സൗബാ, എന്തു പറ്റി സൗബാനെ നിനക്ക്? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, നിന്റെ ശരീരം മുഴുവനും വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നല്ലോ. എന്തു പറ്റി സൗബാന്? നിനക്ക് വല്ല മാരകമായ രോഗവുമുണ്ടോ സൗബാൻ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, യാ അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ. പിന്നെ എന്തു പറ്റി സൗബാന്? ടെൻഷനാണ് നബിയേ, ഉറങ്ങാൻ കഴിയുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, വല്ലാത്ത ഒരു ബേജാറാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, എന്താണ് നിന്റെ ടെൻഷൻ എന്ന്? ലോകത്തിന്റെ നേതാവ് അവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ടെൻഷൻ എന്താണെന്നറിയുമോ നബിയേ? നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ, അങ്ങയുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നബിയേ. പക്ഷേ അങ്ങയെ കാണാതെ വന്ന ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരു മുഅ്മിനിന്റെ സ്വഭാവം അങ്ങനെയാണ് ആകേണ്ടത്. ഒരു മുസ്ലിമിനോട് ഒരു പ്രാവശ്യം ഒരാൾ സംസാരിച്ചാൽ വീണ്ടും അവനോട് സംസാരിക്കാൻ കൊതിക്കണം സഹോദരാ. നിന്റെ കൂടെ കൂട്ടുകൂടുന്നവൻ നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കണം. നിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന അയൽവാസി ആഗ്രഹിക്കണം, പടച്ചവനെ ഇതുപോലെ നല്ല ഒരു അയൽവാസി എനിക്ക് ലഭിച്ചല്ലോ. അവന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ട് അവന്റെ കൂടെ കൂടണം, അവനുമായി സഹകരിക്കണം, അവനുമായി കൂട്ടുകൂടണം. ഇങ്ങനെയാണ് ഒരു സത്യവിശ്വാസി മാറേണ്ടത്. അങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവ ഗുണം മാറ്റിയെടുക്കേണ്ടത്. പക്ഷേ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവം കണ്ടാ ജനങ്ങൾ ഓടുകയാ. മുസ്ലിമിന് പോലും സഹിക്കുന്നില്ലടോ. മുസ്ലിം സമുദായത്തിന് പോലും ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് മുസ്ലിം സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എടോ, വഅദ് കേട്ടിട്ടല്ല ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് ദീൻ വളർന്നതെന്നറിയുമോ? എങ്ങനെയാണ് പരിശുദ്ധമായ ദീൻ ലോകത്ത് വളർന്നതെന്നറിയുമോ? വാളുകൊണ്ടല്ല, പീഡിപ്പിച്ചല്ല, ഭീഷണിപ്പെടുത്തിയല്ല, മോഹവാഗ്ദാനങ്ങൾ കൊടുത്തിട്ടല്ല. എങ്ങനെയാണ് പരിശുദ്ധമായ ദീൻ വളർന്നതെന്നറിയോ? അതിന് ചരിത്രം പഠിക്കണം ചെറുപ്പക്കാരാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പടച്ചവനെ, യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ഭരണാധികാരി, അവന് മുസ്ലിമീങ്ങളോട് വല്ലാത്ത വെറുപ്പായിരുന്നു. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. നബി തങ്ങളെ കൊല്ലാൻ നടന്നവനാണ്. 3-4
പ്രാവശ്യം നബിതങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പരിശ്രമിച്ചവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് രക്ഷപ്പെടുത്തുകയാ. മുത്തുനബിയെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ, അള്ളാന്റെ റസൂലിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ സുമാമയ്ക്ക് വല്ലാത്ത ദേഷ്യമാവുകയാണ്. അവൻ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണ്, സ്വഹാബത്തിനെ ഉപദ്രവിക്കുകയാണ്, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളയുകയാണ്. പടച്ചവനെ, മുത്തുനബിയുടെ മുമ്പിൽ സ്വഹാബത്ത് വന്ന് സുമാമയെ കുറിച്ച് പരാതി പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബാക്കൾ വന്നിട്ട് സുമാമയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ, അവൻ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ, അവൻ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോ, അവന്റെ ഭാഗത്ത് നിന്നുള്ള ഉപദ്രവം സഹിക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്ക് സഹാബാ, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്ക്. അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് വധിക്കുന്നതിന് വേണ്ടി കൊന്നുകളയാറ് പറഞ്ഞ മനുഷ്യനാണ് സുമാമ. അങ്ങനെ സ്വഹാബത്ത് സുമാമയെ തെരഞ്ഞു നടക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ മദീനത്ത് പാതിരാത്രിയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. ആ സമയത്ത് ഒരാളെ മദീനയിൽ വെച്ച് കാണുകയാണ്. സ്വഹാബത്ത് അവനെ പിടിക്കുകയാണ്. അവൻ ചോദിക്കുന്നതിന് മുഴുവനും തർക്കുത്തരം പറയുകയാണ്. പടച്ചവനെ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് സംശയമായി. സ്വഹാബത്ത് വിചാരിച്ചു നബിതങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കാം. അല്ലാഹുവിന്റെ റസൂല് വരട്ടെ, ഇവൻ ആരാണെന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഇവന്റെ വിഷയത്തിൽ നബിതങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കാം. അങ്ങനെ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാണ്. ലോകത്തിന്റെ നേതാവ് വന്നിട്ട് തീരുമാനമെടുക്കാം. പടച്ചറപ്പേ, സ്വഹാബത്ത് കൊണ്ടുവന്ന് പള്ളിയുടെ തൂണിൽ കെട്ടിയിടുകയാ. അതാ സുബഹിക്ക് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പള്ളിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രി അസമയത്തൊരു മനുഷ്യനെ കിട്ടി നബിയേ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയേ. ഞങ്ങൾ കൊണ്ടുവന്ന പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിട്ടുണ്ട് നബിയേ. അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാം, അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നോക്കാൻ ചെല്ലുകയാണ്. നബിതങ്ങളാ മുഖം കണ്ടപ്പോ, പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തൊരു ചിരി വരികയാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാണെന്നറിയുമോ സ്വഹാബാ, ആരാണെന്നറിയുമോ സ്വഹാബാ? ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയോ? സ്വഹാബത്ത് പറയുന്നു, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബത്തേ, ഇവനാണ് സുമാമ. നിബിതങ്ങളെ കൊല്ലാൻ നോക്കിയ ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ ഇസ്ലാമിന്റെ ശത്രുവായ സുമാമയതാ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്. ഇവനെയാണ് നിബിതങ്ങളെ കൊന്നുകളയാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സുമാമയാണെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ കൈകളിങ്ങനെ തരിക്കുകയാണ്. അല്ലാഹുവേ, എന്നോടെങ്ങാനും നബിതങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവനെ കൊന്നുകളയാൻ മുത്തുനബി എങ്ങാനും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ഓരോ സ്വഹാബത്തും അവിടെ നിന്ന് കൊതിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, സുമാമയെ തൊട്ടുപോകല്ലേ സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുമാമയെ തൊടാൻ പാടില്ല. സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾ പോലും സുമാമയുടെ ശരീരത്തെ തൊടാൻ പാടില്ല. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ,
പട്ടിണിക്കിടല്ലേ സഹാബ, കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം വെച്ചിട്ട് സുമാമയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബ. മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ ആടിന്റെ പാല് കറന്നു കൊണ്ടുവന്ന് കൊടുക്കടേ. മുത്തുനബി പറയുമ്പോ സഹാബത്തിന് ദഹിച്ചില്ലടോ. അള്ളാന്റെ റസൂല് പറഞ്ഞത് കാരണം സ്വഹാബത്ത് അനുസരിക്കുകയാണ്. മുത്തുനബി മിണ്ടാതെ പോവുകയാണ്. പടച്ചവരെ, ഒരു ദിവസം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് വന്നിട്ട് ചോദിക്കുന്നു, സുമാമാ മാ ഇൻദക യാ സുമാമാ, സുഖമാണോ സുമാമാ, സുഖമാണോ സുമാമാ? സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? മുഹമ്മദേ, എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഇത് നിന്റെ നാടാണ്, ഇവിടെ മുഴുവനും നിന്റെ ആൾക്കാരാണ്. എന്നെ കൊന്നതിന്റെ പേരിൽ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഈ നാട്ടിലില്ല. പക്ഷേ മുഹമ്മദേ, എന്നെ വെറുതെ വിട്ടാൽ ആവശ്യമുള്ള പണം നിനക്ക് തരാമെന്ന് സുമാമ പറയുമ്പോ അള്ളാന്റെ റസൂല് മിണ്ടാതെ മടങ്ങി പോവുകയാണ്. രണ്ടാമത്തെ ദിവസം നബി തങ്ങൾ കടന്നു വന്നു. സുമാമയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. സുമാമ അതേ മറുപടി തന്നെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ ദിവസം വന്നിട്ട് ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, സുഖമാണോ സുമാമ? മുഹമ്മദേ, എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാം, അല്ലെങ്കിൽ വെറുതെ വിടാം. വെറുതെ വിട്ടാ നിനക്ക് ഞാൻ പണം തരാം. മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ മിണ്ടാതെ പോയി. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, അഴിച്ചു വിട്ടേക്ക് സ്വഹാബാ, അഴിച്ചു വിട്ടേക്ക് സ്വഹാബാ. ഒരാള് പോലും തൊടല്ലേ, ഒരാള് പോലും ഉപദ്രവിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അഴിച്ചുവിടാൻ. സുമാമ ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങി പോവുകയാ. സ്വഹാബത്തിന്റെ മുമ്പിലൂടെ നീ ഒന്നും എന്നെ ഒന്നും ചെയ്തില്ലടാ എന്ന് പറയുന്നത് പോലെ സുമാമ മുമ്പിലൂടെ ഇറങ്ങി പോവുകയാണ്. സ്വഹാബത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ എവിടെ ഇറങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. സുമാമ പടച്ചവനെ അവിടെ നിന്ന് പുതുവസ്ത്രം ധരിക്കുകയാണ്. കൈകാലുകൾ കഴുകി ശുദ്ധമാവുകയാണ്. എന്നിട്ട് വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സുമാമ മടങ്ങി വരികയാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാണ്. സുമാമ പറഞ്ഞതെന്തെന്നറിയുമോ? എന്തൊരു സ്നേഹമാണ് നബിയേ, എന്തൊരനുസരണയാണ് നബിയേ, എന്തൊരൈക്യമാണ് നബിയേ, എന്തൊരു പെരുമാറ്റമാണ് നബിയേ. അങ്ങയും അങ്ങയുടെ അനുയായികളും ഇവരുടെ ഈ സ്വഭാവ ഗുണം കണ്ടിട്ട് ഞാൻ മുസ്ലിമായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാണ് നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാണ്. സുമാമ പറഞ്ഞതെന്തെന്നറിയുമോ? ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. വെറുപ്പായിരുന്നു നബിയേ, വെറുപ്പായിരുന്നു നബിയേ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാ. അങ്ങുള്ള നാടിനോട് വെറുപ്പായിരുന്നു, അങ്ങുള്ള നാടിനോട് അറപ്പായിരുന്നു. പക്ഷേ എനിക്കിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങ് താമസിക്കുന്ന ഈ നാടാണ് നബിയേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുമാമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വഅദ കേട്ടിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടല്ല. സുമാമ നന്നായത് മുസ്ലിമീങ്ങളായ നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്വഭാവം കണ്ടപ്പോഴാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ലോകത്ത് ദീൻ വളർന്നത്, ഇങ്ങനെയാണ് ലോകത്ത് ദീൻ വളർന്നത്. പക്ഷേ
ഇന്നത്തെ മുസ്ലിമിനെ കാണുമ്പോൾ ജനങ്ങൾ ഓടുകയാ. ഇന്ന് പേടിയാണോ? അവന്റെ കൂടെ കൂടല്ലേ എന്ന് മാതാപിതാക്കളും മക്കളോട് പറയുന്ന കാലമാ. അതാ പടച്ചവനെ, നാൽക്കാലികളെക്കാലം അതപ്പതിച്ചതുപോലെ ഇന്നത്തെ മനുഷ്യന്മാരുടെ ജീവിതം അങ്ങനെയാണ്. തോന്നിവാസവും ധിക്കാരവും നന്ദികേടും കാണിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ധാരണയിൽ ജീവിതം ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറ ആസ്വദിക്കുകയാണ്. ചിരിയും കളിയും തമാശയും ആസ്വാദനവും. എൻ്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഒരുപാട് ചിരിയും കളിയും ആസ്വാദനവുമായി കഴിയുന്നവരോട് സമയം കിട്ടുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ മോനെ. കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും മ്രിഇൻ മോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം കണ്ടപ്പോ അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമിനെ കാണുമ്പോൾ ജനങ്ങൾ ഓടാ. അയൽവാസി ഇവനാണോ?